വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ആദ്യം തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം നമ്മൾ ഓൾറെഡി ബൊലേറോയുടെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മഹീന്ദ്ര പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ പോകുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം പുതിയ ബൊലേറോ ടെസ്റ്റ് ചെയ്യുന്ന സ്പോട്ട് ചെയ്തപ്പം അതിനെ ബേസ് ചെയ്ത് മോട്ടോർ ബീം ഒരു റെൻഡറൊക്കെ ഇറക്കിയായിരുന്നു. അത് വെച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമില്ല. എങ്കിലും ഇതിൻ്റെ പുതിയ റെൻഡർ വന്നിട്ടുണ്ട്. റെൻഡറല്ല, വണ്ടി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയേക്കുന്ന ഇമേജൊക്കെ നോക്കിയാൽ ഏകദേശം നമുക്ക് വണ്ടിയുടെ ആ ഒരു എല്ലാ ലുക്കും ആ ഒരു ഡിസൈൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തെളിവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ക്യാമഫ്രാഗ്ഡ് ആണെങ്കിലും വണ്ടി ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും പുതിയ ആ ഒരു സ്പോട്ട് ചെയ്ത ഇമേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു പുതിയ റെൻഡറുകളും അതേപോലെ തന്നെ പുതിയതായിട്ട് സ്പോട്ട് ചെയ്ത ആ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ ബൊലേറോ വരാൻ പോകുന്നത് ഒരു നിയോ റിട്രോ ലുക്കിലാണ്. അതായത് നമ്മുടെ ഡിഫൻഡർ, അതേപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ പ്രാഡോ, ഏറ്റവും പുതിയ പ്രാഡോ, അതായത് LC250, ആ ഒരു വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പഴയ വണ്ടിയുടെ ഡിസൈൻ ഇൻസ്പയർ തന്നെയാണ് ഒരു പുതിയ വണ്ടിയും കൊണ്ടുവന്നേക്കുന്നത്. നല്ല റിട്രോ ഫീലും തരുന്നുണ്ട്, നല്ലപോലെ തന്നെ റോഡ് പ്രസൻസ് ഒക്കെ ഉള്ള ഡിസൈനാണ്. അതേപോലത്തെ രീതി തന്നെയാണ് നമ്മുടെ മഹേന്ദ്രയും പുതിയ ബൊലേറോ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ലുക്ക് നോക്കിയാണെങ്കിൽ നമുക്കറിയാം നല്ലപോലെ തന്നെ മസ്കുലറായ, അത്യാവശ്യം നല്ല ആ ഒരു റോഡ് പ്രസൻസ് തരുന്ന നല്ല വലിപ്പം തോന്നിക്കുന്ന ഒരു SUV തന്നെയാണ് ഏറ്റവും പുതിയ വരാൻ പോകുന്ന ബൊലേറോ. എവിടെ നോക്കിയാലും ആ ഒരു ലുക്ക് മൊത്തം നോക്കിയാൽ നല്ല പ്രൊപ്പോഷണലാണ്. ആ ഒരു ഏച്ച് ഘടകം നമുക്ക് എങ്ങും തോന്നുന്നില്ല. സൈഡിൽ നോക്കിയാലും നല്ല ലുക്ക് വരുന്നുണ്ട്, മസ്കുലർ ലുക്ക് വരുന്നുണ്ട്. റിയറിൽ നോക്കിയാലും അത്യാവശ്യം നല്ല മസ്കുലർ ലുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒക്കെ പോലെയാണ് ആ ഒരു സൈഡ് വന്നേക്കുന്നത്. നല്ല തള്ളി നല്ല മസ്കുലർ ലുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പുതിയ ആ ഒരു ലുക്കാണ്. അതായത് ആ ഒരു നിയോ റിട്രോ ലുക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. റൗണ്ട് ഷേപ്പിലെ ഹെഡ് ലാമ്പും അതിന് നമ്മൾ പഴയ ജീപ്പിൻ്റെ കണ്ടേക്കുന്ന ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു ഗ്രില്ലുണ്ട്, അതാണ് വന്നേക്കുന്നത്. പഴയ ഗ്രാൻഡ് ചെറോക്കയിൽ നോക്കുകയാണെങ്കിൽ അതിൽ കണ്ടേക്കുന്ന പോലത്തെ അതേപോലത്തെ ഒരു ഗ്രില്ലാണ് ഇപ്പോൾ ബൊലേറോയിലും വന്നേക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ പറയുന്ന നേരത്ത് വണ്ടിക്ക് നല്ല റിട്രോ ലുക്ക് വരുന്നുണ്ട്. ബൊലേറോ എന്ന് പറയുന്ന ആ ഒരു നെയിം പ്ലേറ്റ് തന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ലെജൻഡറി ആയ, അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രാൻഡാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു TUV300ൻ്റെ പേര് മാറ്റി ബൊലേറോ നിയോ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നായിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ ബൊലേറോ അങ്ങനെ ഒരു വണ്ടിയല്ല. ഗ്രൗണ്ടിൽ നിന്ന് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത ആ ഒരു ബൊലേറോയുടെ ആ ഒരു പേരൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അടിപൊളി SUV തന്നെയാണ് നമുക്ക് ഈ ഒരു ലുക്കിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. പുതിയൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു വണ്ടി വരാൻ പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ഹൈബ്രിഡ് വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ആഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ അവർ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നതായിരിക്കും. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന വണ്ടി ഈ പുതിയ ബൊലേറോ ആയിരിക്കും. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ക്രെറ്റയ്ക്കും സെൽറ്റോസിനൊക്കെ റൈവലായിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ആ ഒരു പഴയ ബൊലേറോയും വിൽക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ഈ ഒരു ലുക്കിൽ വന്നിട്ട് അത്യാവശ്യം നല്ല പ്രൈസിൽ നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ താറ് പോലെ തന്നെ വമ്പൻ ഹിറ്റായിരിക്കും ഏറ്റവും പുതിയ ബൊലേറോയും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.